സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവിടത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി മാറ്റും. ഉണ്ടോ? കർത്താവിന്റെ വാത്സല്യം എന്നെയും നിങ്ങളെയും വലിയവരാക്കി മാറ്റും. അല്ലാണ്ട് ലോട്ടറി അടിച്ചാൽ നമ്മൾ വലിയ ആൾക്കാരാകില്ല. വലിയ വീട് വെച്ചെന്ന് കരുതിയിട്ട് വലിയവരാകില്ല. വലിയ വിലയുള്ള കാറിൽ സഞ്ചരിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ആരും വിലയുള്ളവരാകില്ല. മഹാന്മാരോടൊപ്പം നമ്മൾ വസിച്ചെന്നോ മാലാഖമാരോടൊത്ത് വസിച്ചെന്നോ പറഞ്ഞാലും നമ്മൾ ആരും ആരായി മാറില്ല, വലിയവരായി മാറില്ല. വലിയവരായി മാറണമെങ്കിൽ കർത്താവിന്റെ വാത്സല്യം ഞാനും നിങ്ങളും അനുഭവിക്കണം. ആരെല്ലാം കർത്താവിന്റെ വാത്സല്യം അനുഭവിക്കുന്നുവോ അവരെല്ലാം വലിയവരായി മാറും. നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ ബൾബുകൾ ഇവിടെ പ്രകാശിക്കുന്നത് കാണാം, അല്ലേ? ഈ ബൾബ് കണ്ടുപിടിച്ച ഒരു മഹാന്റെ പേരുണ്ട്, പറയാമോ? തോമസ് എഡിസൺ ആൽവ, അല്ലേ? അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചത്. തോമസ് എഡിസൺ മണ്ടനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ തലയുണ്ടായിരുന്നു, സാമാന്യ കുട്ടികളെക്കാൾ വലുത്. ഒരു ജീനിയസ് ലുക്കായിരുന്നു. പക്ഷെ ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു സംശയമാണ്. സംശയം ആയതുകൊണ്ട് ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ ഒരു ദിവസം ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്, ഡിസ്മിസ് ചെയ്യാം. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കി അമ്മയെ വിളിച്ച് അമ്മയുടെ കയ്യിൽ ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി, ഇവൻ ആളും മണ്ടനാണ്, ഒന്നും പറഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല, ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ വളരെ വിഷമിച്ച് തന്റെ മകന്റെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് പോയി സ്കൂളിന്റെ പടിവാതുകൾ നിന്നിട്ട് അവസാനമായിട്ട് സ്കൂളിലേക്ക് നോക്കി ഒരു യാത്രാമൊഴിയുണ്ട്. അങ്ങനെ നോക്കിയിട്ട് സ്കൂളിൽ നോക്കിയിട്ട് അവര് മനസ്സിൽ വലിയ ദണ്ഡമുണ്ട്, വലിയ വിഷമുണ്ട്. കാരണം ഇനി മകനെ പഠിപ്പിക്കാൻ ഒരു സ്ഥലമില്ല. എന്നിട്ട് അവരുടെ ആ കൈ വാത്സല്യപൂർവ്വം അമ്മ എഡിസന്റെ തോളിലിട്ടിട്ട് പറഞ്ഞു, മോനെ വാ, ഞാനുണ്ട് നിന്നെ പഠിപ്പിക്കാൻ. ആരെല്ലാം ഉപേക്ഷിച്ചാലും അമ്മയുണ്ടടാ, അമ്മയുണ്ടടാ എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് അമ്മ വീട്ടിൽ പോയി. നമ്മളൊന്ന് ആലോചിച്ച്, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മാർക്ക് പറഞ്ഞൊരു കുട്ടി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൃത്തക്കേട് കാണിച്ചൊരു കുട്ടി വന്നാൽ അവന് നമ്മൾ പറയാത്ത പദങ്ങൾ ഉണ്ടാവില്ല. അവന്റെ ഇച്ഛ ഇന്ന വരപ്പിച്ച് നമ്മള് വല്ലാതെ വിഷമിപ്പിക്കും. പക്ഷെ എഡിസന്റെ അമ്മ അങ്ങനെ ഒന്നും ചെയ്തില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. വളരെ സ്നേഹത്തോടെ, വളരെ വാത്സല്യം ആ കുഞ്ഞിലേക്ക് നൽകിക്കൊണ്ടിരുന്നു. പിന്നീട് പഠിപ്പിച്ചത് ഇവരാണ്, അമ്മയാണ്. അമ്മ പഠിപ്പിച്ചു. അവസാനം ഇവന്റെ ബർത്ത്ഡേക്കെല്ലാം ഇവന് സമ്മാനങ്ങൾ കൊടുക്കുക പതിവ്. നമ്മളൊക്കെ സമ്മാനം കൊടുക്കുമല്ലോ. ചിലര് സ്വർണ്ണമാല മേടിച്ചു കൊടുക്കും, ചിലര് മോതിരം മേടിച്ചു കൊടുക്കും, ചിലര് മൊബൈൽ മേടിച്ചു കൊടുക്കും, ചിലർ സ്കൂട്ടർ മേടിച്ചു കൊടുക്കും, വലിയ ഹോട്ടലിൽ കൊണ്ട് ഫുഡ് കൊടുക്കും, പാർട്ടിയൊക്കെ നടത്തും. അങ്ങനെയൊക്കെ വലിയവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ എഡിസൺ അമ്മ ചെയ്തത് എല്ലാ ബർത്ത്ഡേക്കും അവന് സമ്മാനമായി ഒരു ശാസ്ത്ര പുസ്തകമാണ് കൊടുത്തത്. ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉള്ള പുസ്തകം. അത് വായിക്കാൻ അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനെ വാത്സല്യം നൽകി വളർത്തി. അങ്ങനെ കണ്ടുപിടിച്ചതാണ് തോമസ് എഡിസൺ എന്ത്? ബൾബ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബൾബില്ലാത്ത ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലായിടങ്ങളിലും ഉണ്ട്, രാത്രിയും പകലും ഒക്കെ ബൾബ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചില നാടുകളിൽ ചെന്നാൽ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്നാണ്. കാരണം അവിടെ രാത്രിയായാലും പകലായാലും അറിയാൻ പറ്റില്ല, ബൾബ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ പള്ളി പെരുന്നാളൊക്കെ നിങ്ങൾ കണ്ടു കാണും, എന്തുമാത്രം ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ നടത്തിയത്. ക്രിസ്മസിനും ഓണത്തിനും ആഘോഷങ്ങൾക്കും ഒക്കെ നമ്മൾ ഒരുപാട് ബൾബ് എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പൊട്ടൻ എന്ന് പറഞ്ഞ്, മണ്ടൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ എഡിസണില് അമ്മ നൽകിയ വാത്സല്യം, ദൈവത്തിന്റെ വാത്സല്യം അവനിൽ നിറഞ്ഞപ്പോ അവനെ വലിയവനാക്കി മാറ്റി. ഞാൻ ഇന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയപ്പോ 2232 കണ്ടുപിടുത്തങ്ങളാണ് ഈ മണ്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കണ്ടുപിടിച്ചു. നോക്കിയേ, 2322 പ്രത്യക്ഷമായി അംഗീകരിച്ചിട്ടുള്ളതും 4000-ൽ താഴെ മറ്റുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഈ 2328 അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, ഉപേക്ഷിച്ച് കളഞ്ഞതാണ് ഇവനെ, സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷെ ദൈവത്തിന്റെ വാത്സല്യം ഒരമ്മയിലൂടെ അവനിൽ നിറഞ്ഞപ്പോ അവൻ ആരായി മാറി? വലിയവനായി മാറി. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും വലിയവരായി മാറുന്നത് കർത്താവിന്റെ
വാത്സല്യം ലഭിക്കുമ്പോഴാണ്. അതിന് നമുക്കൊന്ന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ബൈബിളിൽ നോക്കുമ്പോ ഒരു പാപിനിയായ സ്ത്രീ, അതായത് സമരിയാക്കാരി ഒരു ഉച്ച സമയത്ത് വെള്ളം കോരാനായിട്ട് കിണറ്റിന്റെ അരികിൽ വന്നു. അവള് അത്ര ശരിയല്ലെന്നുള്ളത് ഈശോയുടെ ഡയലോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അവൾക്ക് ഭർത്താക്കന്മാർ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഈശോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്താണ് അപ്പോസ്തലന്മാർ ഭക്ഷണം മേടിക്കാൻ പോയത്. ഭക്ഷണം മേടിച്ച് തിരിച്ചു വരുമ്പോ ഈ കിണറ്റിൻകരയിൽ ഒരു സ്ത്രീയുമായി സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിത്വമാണ് അവര് കാണുക. അവര് പലരും മൂക്കിലൊക്കെ വിരൽ വെച്ച്, എന്താണ് ഇവൻ ഇങ്ങനെ ഈ ഉച്ച സമയത്ത് ഈ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ? അത് അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൾ എന്ത് ചെയ്തു? അവള് ചെയ്തു പോയ അപരാധങ്ങളെല്ലാം ഈശോയുടെ പക്കൽ ഏറ്റുപറയുന്നു. അവള് ചെയ്തു പോയ അനീതികളും അതിക്രമങ്ങളും ഒക്കെ ഈശോൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ വാത്സല്യം, പിതാവായ ദൈവത്തിന്റെ വാത്സല്യം, ത്രിത്വിക വാത്സല്യം, യേശുക്രിസ്തുവിന്റെ വാത്സല്യം, ദൈവിക വാത്സല്യം അവളിൽ നിറഞ്ഞപ്പോ അവൾ എടുക്കാൻ വന്ന വെള്ളക്കുടം പോലും മറന്നിട്ട് അവള് പട്ടണത്തിലേക്ക് ഓടി. അവള് കണ്ടവനോട് പറഞ്ഞു, ഇതാ എന്നെ ദൈവിക വാത്സല്യം കൊണ്ട് നിറച്ചൊരുവൻ ആ കിണറ്റിൻകരയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചെന്ന് അവനെ കാണ്, അവൻ പറയുന്നത് കേൾക്കുന്നു. അങ്ങനെ കേട്ടവർ, കണ്ടവർ, അറിഞ്ഞവർ എല്ലാം കിണറ്റിൻകരയിലേക്ക് വന്നു. അവർക്കെല്ലാം ലഭിച്ചു ദൈവത്തിന്റെ വാത്സല്യം, ക്രിസ്തുവിന്റെ വാത്സല്യം. ക്രിസ്തു ഈ സ്ത്രീക്ക് വാത്സല്യം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ വീണ്ടും പല പുരുഷന്മാരുടെ കൂടെയും പോകുമായിരുന്നു, പല കുടുംബങ്ങളും തകരുമായിരുന്നു, പല ബന്ധങ്ങളും ശിഥിലമാകുമായിരുന്നു, അശുദ്ധി അവളിൽ കൊടികുത്തി വാഴുമായിരുന്നു, പാപ സാഹചര്യങ്ങൾ പൊട്ടി പുറപ്പെടുമായിരുന്നു, പാപശീലങ്ങൾ ഒഴുകുമായിരുന്നു, പാപത്താൽ അവൾ നശിക്കുമായിരുന്നു. അവൾ മാത്രമല്ല, പലരും, ആ നാട് തന്നെ ചിലപ്പോൾ നശിച്ചു പോകാൻ ഇവൾ ഒരുത്തി കാരണമായി മാറിയേക്കാം. അങ്ങനെ ആകാതിരിക്കാൻ ഈശോയുടെ വാത്സല്യം ഈ പാപിനിയായ സ്ത്രീയുടെ മേൽ, സമരിയാക്കാരുടെ മേൽ നിറഞ്ഞപ്പോൾ അവൾ പുതിയ ശക്തിയായി, പുതിയ വ്യക്തിയായി, പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി, വചനം പ്രഘോഷിക്കുന്നവളായി, കർത്താവിന്റെ വാത്സല്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വലിയ തേജസ്സുള്ള, അഭിഷേകമുള്ള ഒരു സഹോദരിയായി മാറ്റപ്പെട്ടു. ഇതാണ് ദൈവത്തിന്റെ വാത്സല്യം നമ്മിലേക്ക് നിറയുമ്പോ നമ്മളെല്ലാം വലിയവരായി മാറും. സമരിയാക്കാരിയിലേക്ക് കർത്താവിന്റെ വാത്സല്യം ഒഴുകി വന്നപ്പോ അവൾ ആരായി മാറി? മറ്റുള്ളവർ മുമ്പിൽ സ്വീകാര്യയായി മാറി, വലിയവരായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവിന്റെ വാത്സല്യം കൊണ്ട് നിറയുമ്പോ ജനമധ്യേ വലിയവരായി മാറും. സുവിശേഷം പ്രസംഗിക്കുമ്പോ, സുവിശേഷം പങ്കുവയ്ക്കുമ്പോ, സുവിശേഷാത്മകരമായ ജീവിതം നയിക്കുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും നിങ്ങളും വലിയവരായി മാറുന്നത് കർത്താവിന്റെ വാത്സല്യത്തിന്റെ ശക്തി കൊണ്ട് നിറയുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഇനി നമ്മൾ ഈ വാത്സല്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് വാത്സല്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി മാറ്റി. അപ്പൊ എന്താണ് വാത്സല്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് പറയുന്ന നിർവചനം ഇങ്ങനെയാണ്: വാത്സല്യം എന്നാൽ ഒരാളോടുള്ള ആഴത്തിലുള്ള സ്നേഹം. കണ്ടോ? വാത്സല്യം എന്നാൽ ഒരാളോടുള്ള ആഴത്തിലുള്ള സ്നേഹം, അടുപ്പം, കരുതൽ. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ജോൺ ബ്രദറിന്റെ മകന്റെ കല്യാണമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും എന്റെ മകനും വൈഫും അങ്ങനെ ആഘോഷ പരിപാടിയിൽ വന്നു. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും പുറയിലാണ് ഇരുന്നത്. അവസാനം ബ്രദർ കണ്ടപ്പോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെന്റെ കയ്യിലൊക്കെ പിടിച്ച് അമർത്തി വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ തൊട്ട് പുറകിലിരുന്ന എന്റെ വൈഫും മകനും കണ്ടു. വീട്ടിൽ ചെന്നപ്പോ എന്റെ വൈഫ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഇത്ര ബന്ധമാണ്, ഇത്രയ്ക്ക് സ്നേഹമാണ്, ഊഷ്മളമായ ബന്ധമാണെന്ന് ആ ഒരു സന്ദർശനം അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ എന്റെ വൈഫിന് മനസ്സിലായ. വാത്സല്യം എന്നാൽ ഒരാളോടുള്ള ആഴത്തിലുള്ള അടുപ്പം. കണ്ടോ? ആഴത്തിലുള്ള അടുപ്പം, അല്ലെങ്കിൽ ആഴത്തിലുള്ള സ്നേഹം, ആഴത്തിലുള്ള കരുതൽ. വാത്സല്യത്തിനകത്ത് 3 ഘടകങ്ങളുണ്ട്.
ഒന്ന് സ്നേഹം, രണ്ട് അടുപ്പം, മൂന്ന് കരുതൽ. ഈ മൂന്നും കൂടി ചേരണതാണെന്ന് പറയുന്നത് വാത്സല്യം. ഈശോയ്ക്ക് എന്നോട് വാത്സല്യം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എന്നോട് എന്തുണ്ട്? ആഴത്തിലുള്ള സ്നേഹമുണ്ട്. ഈശോയ്ക്ക് എന്നോട് വാത്സല്യം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എന്നോട് ആഴത്തിലുള്ള അടുപ്പമുണ്ട്. ഈശോയ്ക്ക് എന്നോട് വാത്സല്യം തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എന്നോട് ആഴത്തിലുള്ള കരുതലുണ്ട്. ഈ മൂന്ന് പദങ്ങളും കൂടി ചേർന്നതാണ് വാത്സല്യം എന്ന് പറയുന്നത്. ഇതിനകത്തെല്ലാം ഉണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിഭാസമാണ് വാത്സല്യം. ഒരുപക്ഷെ നമുക്ക് പണം തന്നാലും ആരോഗ്യം തന്നാലും രോഗശാന്തി തന്നാലും അതെല്ലാം താൽക്കാലികമായി നശിച്ചു പോയേക്കാം. ഇപ്പൊ രോഗശാന്തി ലഭിച്ചവർക്ക് പിന്നീട് പല രോഗങ്ങൾ വന്നും മരണത്തിലേക്ക് പോയേക്കാം. നമുക്ക് വലിയ പണം കിട്ടിയാൽ അതില്ലാതായേക്കാം. പലതും അങ്ങനെ നഷ്ടപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ വാത്സല്യം ഒരിക്കലും ആർക്കും എന്നിൽ നിന്നും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. അത് ദൈവം നൽകുന്നതാണ്. ദൈവത്തിന് എന്നോടുള്ള അടുപ്പം കൊണ്ട്, ദൈവത്തിന് എന്നോടുള്ള കരുതൽ കൊണ്ട്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ട്. മനസ്സിലായില്ലേ? അടുത്തത് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരോട് തോന്നുന്ന ഊഷ്മളമായ, തന്റെ പ്രിയപ്പെട്ടവരോട് തോന്നുന്ന ഊഷ്മളമായ ആർദ്രമായ സ്നേഹമാണ് വാത്സല്യം. ആർദ്രമായ അല്ലെങ്കിൽ ഊഷ്മളം. അതിന്റെ കുറച്ചും കൂടെ എടുത്തു പറഞ്ഞാൽ ചൂടുള്ള എന്ന് പറയും, ഇല്ലേ? നിങ്ങൾ ചില പരിചയമുള്ള ആളെയൊക്കെ കാണുമ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തിയുള്ളതാണെങ്കിൽ അവരിങ്ങനെ ഷെയ്ക്കാൻ ചെയ്ത് ഇങ്ങനെ അമർത്തുക, ഇല്ലേ? ഭയങ്കര ഊഷ്മളമായിരിക്കും. ആ പിടുത്തത്തിൽ അറിയാം അവരുടെ ഊഷ്മളത, അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ ഊഷ്മളത. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ കർത്താവിന് തന്റെ പ്രിയപ്പെട്ടവരോട്, അതായത് ഞാനും നിങ്ങളും കർത്താവിന്റെ വാത്സല്യം കൊണ്ട് നിറഞ്ഞാൽ ആരായി മാറും? കർത്താവിന്റെ പ്രിയപ്പെട്ടവരായി മാറും, പ്രിയപ്പെട്ട ആളായി മാറും. എന്നെ ഒരു വ്യക്തിക്കും ശക്തിക്കും തകർക്കാനാകാത്ത വിധം ദൈവത്തിന്റെ കരുതൽ എപ്പോഴും ഉണ്ടാകും. ദൈവത്തിന്റെ അടുപ്പം എപ്പോഴും എന്നോടൊത്തുണ്ടായിരിക്കും. ദൈവത്തിന്റെ സ്നേഹം രാവും പകലും എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. ഉണ്ടോ? ഇത് വെറും ഒരു അഭിനിവേശമല്ല. ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സുരക്ഷിതത്വ ബോധം. പ്രൈസ് ദി ലോർഡ്. ഇതിലൂടെ എനിക്ക് ലഭിക്കുന്നത് എന്തിലൂടെ? വാത്സല്യത്തിലൂടെ എനിക്ക് ലഭിക്കുന്നത് ഒരു സുരക്ഷിതത്വ ബോധം. കിണറ്റിൻകരയിൽ നിന്ന് പ്രാർത്ഥിച്ചവൾ, കിണറ്റിൻകരയിൽ നിന്ന് സംസാരിച്ചവൾക്ക് പിന്നീട് ലഭിച്ചത് എന്താ? സുരക്ഷിതത്വം. അതുകൊണ്ടാണ് അവൾ ഓടിയത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് യേശുവിൽ നിന്ന് എന്ത് ലഭിക്കും? ഒരു സുരക്ഷിതത്വം, ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കും. രാവും പകലും അവിടെ നിന്നെ കരുതും. ആരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ആരെന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, കർത്താവിന്റെ സംരക്ഷണം എനിക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പിന് പറയുന്ന പേരാണ് വാത്സല്യം. അല്ലെങ്കിൽ വാത്സല്യത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ഒരു അഭിനിവേശമാണ് സുരക്ഷിതത്വം.